ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഒരു അകൽച്ച കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു സ്മൂത്ത് ഗോയിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ കൂടിയും ഒരു അകൽച്ച നിങ്ങൾ തമ്മിലുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു അകൽച്ച അവർ കാണിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു അകൽച്ച ഇനി മാറുമോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഒരു അകൽച്ച കാണിക്കുന്നത്, ആ ഒരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഒരു അകൽച്ച കാണിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളോട് ഒരു അകൽച്ച കാണിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഒരു അകൽച്ച കാണിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്തുകൊണ്ടാണ് ഒരു അകൽച്ച കാണിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഒരു അകൽച്ച കാണിക്കുന്നത്? ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് ഒരു അകൽച്ച തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമുക്കിവിടെ മാസ്റ്റർ കാർഡ് നോക്കാം. ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സ്. പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സെപ്പറേഷനുള്ള ആളുകൾ അല്ലെങ്കിൽ പിരിഞ്ഞു പോയി ഇനി എൻഡായി പോയി എന്നുള്ളവരുടെ ഒരു റീഡിംഗ് ആയിട്ട് തോന്നുന്നില്ല. ഓൾറെഡി ഇത് റീഡിങ് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ്, പക്ഷെ നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു റീഡിംഗ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വളരെ ഇഷ്ടമാണ്, അവർക്ക് വളരെ സ്നേഹമാണ്, എല്ലാ രീതിയിലുള്ള ഒരു ഫീലിങ്സും നിങ്ങളോടുണ്ട്. പക്ഷെ നിങ്ങളെ ആ ഒരു സ്നേഹം കൊണ്ട് അവർ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു, നിങ്ങളെ വീർപ്പ് മുട്ടിക്കുന്നു, വരിഞ്ഞു മുറുകി വീർപ്പ് മുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പൊ അവർക്ക് നിങ്ങളെ കിട്ടിയത് വളരെ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യമായിട്ടും ഈ ലോകത്തിലേക്കും വെച്ചും ഏറ്റവും ഭാഗ്യവാൻ താനാണ്, അല്ലെ ഭാഗ്യവതി താനാണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ അവർ കാണുന്നു. അപ്പൊ അത് മറ്റുള്ളവര് എടുത്തുകൊണ്ട് പോകാതെ, മോഷ്ടിച്ചുകൊണ്ട് പോകാതെ, തട്ടിപ്പറിച്ചുകൊണ്ട് പോകാതെ വളരെ പ്രീഷ്യസ് ആയിട്ട് അവർ കീപ്പ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, പക്ഷെ ഇത് ഒരു വസ്തുവോ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ആ വസ്തുവിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല, അവർക്ക് സ്മൂത്ത് ആയിട്ട് അവിടെ ഇരുന്നാൽ മതി, ആ സാധനത്തിന് അവിടെ ഇരിക്കാം. അത് പക്ഷെ ജീവനുള്ളതും അതുപോലെ തന്നെ മനുഷ്യനാകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഫ്രീഡംസും മറ്റുള്ള സോഷ്യൽ ആക്ടിവിറ്റീസും എല്ലാം വേണം. ഇവര് പറയുന്ന ഒരു വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കാനോ ഇവരുടെ ഒരു ഇത് കേട്ട് പോകാനോ നമുക്ക് കഴിയില്ല. എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ഒരു നീഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓരോ വ്യക്തിയും സെപ്പറേറ്റഡുമാണ്. അല്ലാതെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു വ്യക്തികളല്ല. അപ്പൊ അങ്ങനെ അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത്, അവരെ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാനായിട്ട് അവർ ഫോഴ്സ്ഫുള്ളി നിങ്ങളോട് ശ്രമിക്കുന്നു, അല്ലെ പെരുമാറുന്നു. ആ ഒരു രീതിയിലുള്ള ഒരു ഇതാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് കാർഡിൽ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വളരെയധികം വിഷമത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എല്ലാം നമുക്ക് നിങ്ങൾ പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് കപ്സ്, 5 ഓഫ് കപ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ടൈമിലൊക്കെ ഈ ഒരു പേഴ്സൺ വളരെ നല്ലൊരു ക്യാരക്ടർ ആകാൻ, വളരെ കെയറിങ് ആയിരിക്കാം. ഇപ്പോഴും അവർ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇവർക്ക് കിട്ടിയ ആ ഒരു പ്രീഷ്യസ് ആയ ആ ഒരു വസ്തു, അതായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത്.
അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് അവർ പരിശ്രമിക്കുന്നു. ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഫീലിങ്സോ ഇമോഷൻസോ നിങ്ങളുടെ ഒന്നും തന്നെ നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന നിങ്ങളെ ബാധിക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ അവർ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അതൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല. അങ്ങനെ നിങ്ങളെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്കാണ്, ഈ ഒരു ടോക്സിക് രീതിയിലേക്ക് ഈ ഒരു പേഴ്സൺ മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു പേഴ്സൺ മാറുമെന്ന് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഡൗൺ ആയി പോവുകയും ഡിസപ്പോയിന്റ്മെന്റഡ് ആവുകയും ഈ ഒരു റിലേഷൻഷിപ്പിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എല്ലാം ഒരു തെറ്റായ രീതിയിലേക്ക് പോയല്ലോ, ഞാൻ ഇങ്ങനെ ഒരു ഫെയിലിയറിലേക്ക് പോയല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്നൊന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം എന്നുള്ള ഒരു ആഗ്രഹവും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കൂടുതലായിട്ടും അപ്പോൾ ഒരാളെ നമുക്ക് ബ്ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ അവരെ തടഞ്ഞു വെക്കണം എന്നുള്ള ഒരു രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ പല പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മളിലേക്ക് ആരോപിക്കും ആ ഒരു വ്യക്തി. പക്ഷെ അത് ശരിക്കും നമ്മൾ ചെയ്ത കാര്യങ്ങളല്ല എങ്കിൽ കൂടിയും അവര് നിങ്ങളിലേക്ക് ആരോപിക്കുമ്പോൾ നമ്മൾ വളരെ നിരാശരായി പോകും, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടതുപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ആ ഒരു അവസ്ഥയൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ടെമ്പററി മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കും. നമുക്കൊരു ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഭാവിയിൽ വന്നു ചേരും. ഇപ്പോൾ നിങ്ങളുടെ ഒരു നിങ്ങൾ ശരിക്കും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഡിസ്ഹോണസ്റ്റി ആയിട്ട് സത്യസന്ധമല്ലാത്ത രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും അതിനുള്ള ഒരു കർമ്മയുടെ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലൊരു സമയം നിങ്ങൾക്ക് വരും. ഇനി ഇതിൽ കൂടുതലും പേരും യാതൊരു വിധത്തിലുള്ള ഒരു മോശമായ രീതിയിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം ഓക്കെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ സംഭവിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജീസ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ബ്ലോക്ക് ആക്കി വെക്കുന്നത് അവരുടെ മാത്രം ഒരു സറൗണ്ടിൽ അല്ലെങ്കിൽ അവരുടെ ഒരു കൈപ്പിടിയിൽ നിങ്ങളെ ഒതുക്കി നിർത്തുന്നത് വഴി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അവർ വല്ലാതെ നിങ്ങൾ കെയർ ചെയ്യുന്നു, എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാതെ വരുന്ന സമയങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹാപ്പിനെസ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും അതിന്. പക്ഷെ പിന്നീട് നിങ്ങളുടേതായ ഒരു ആവശ്യങ്ങൾക്ക് നിങ്ങൾ മാറേണ്ടി വരികയും നിങ്ങളുടേതായ ഒരു ഒപ്പീനിയൻ ഒക്കെ പറയേണ്ടി വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫ്രീഡം ഇല്ലാത്തതുപോലെ നിങ്ങൾക്ക് തോന്നുകയും നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് തോന്നാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ രണ്ട് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. എന്തായാലും യാതൊരു തെറ്റും ചെയ്യാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾക്ക് നല്ലൊരു ജസ്റ്റിസ് ലഭിക്കും. ഈ ഒരു നിരാശയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു സമയം നിങ്ങൾക്ക് വരും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട് എന്ന് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാകാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണർ നല്ലൊരു പേഴ്സൺ എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ ഫാമിലിയിലുള്ളവർ വരെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനുള്ളിലുള്ള ഈ പ്രശ്നങ്ങളൊന്നും പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അത് പുറത്തു നിൽക്കുന്നവരെ എല്ലാവരെയും അവര് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ഭാഗത്താക്കിക്കൊണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലെ ഇപ്പൊ നിങ്ങൾ അങ്ങനെ അനുഭവിക്കുന്നുണ്ടാകാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് ഒരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് അയ്യോ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പറയാതിരിക്കുക. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ടതായ ഒരു കാര്യവുമില്ല. നിങ്ങളൊരു ഇന്നർ ഫീലിങ്സ് നിങ്ങൾക്കുണ്ടാണ്, ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിന് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ചെയ്യാനായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഒരു കോ ഡിപ്പെൻസി ഉണ്ടാക്കിയെടുക്കുക. അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇവരായിട്ട് തന്നെ നിങ്ങളുടെ സറൗണ്ടിങ് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുമായിട്ട് അധികം ക്ലോസ് ആയിരിക്കുന്ന എല്ലാവരെയും ഇവരായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒഴിവാക്കിയിട്ടുണ്ടാകാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഓടി വരാനോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സോ ഒന്ന് പറയാനോ ഒന്നും ആരുമില്ലാത്ത ഒരു അവസ്ഥയാണ്. പക്ഷെ അത് എവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയി എന്നതിനെ കുറിച്ച് പോലും നിങ്ങൾക്കൊരു ധാരണയില്ല. പക്ഷെ അത് വ്യക്തമായി പ്ലാൻ ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ തന്നെ ഒഴിവാക്കിയിരിക്കുന്നതാണ്. അതൊരു മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മോശം എന്ന് പറയാനും പറ്റത്തില്ല. അവർക്ക് നിങ്ങളെ മൊത്തത്തിൽ വേണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ അത് ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക. അതുപോലെ മറ്റുള്ള ആളുകളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായിട്ടൊരു സഹകരിച്ചൊക്കെ കെയറിങ്ങും അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ പിന്നെ യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണോ മറ്റുള്ള ആളുകൾ നിങ്ങളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളും അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും വളരെ അയ്യോ അവര് പാവ ഇവര് പാവ അവരിങ്ങനെയാ എന്നുള്ള രീതിയിലല്ല, അവരെങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നു ആ ഒരു രീതിയിൽ തന്നെയുള്ള റെസ്പോണ്ടുകൾ തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വളരെ എല്ലാവർക്കും ഞാനിങ്ങനെ പറഞ്ഞ അവർക്ക് വിഷമാകും അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അവർ ഏത് രീതിയിലാണോ നിങ്ങളോട് പ്രതികരിക്കുന്നത് ആ രീതിയിൽ പ്രതികരിക്കാനായിട്ടാണ് ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗൈഡൻസ് വരുന്നത്. കാരണം സിറ്റുവേഷൻസ് വളരെ ഒരു മോശമായ രീതിയിലായിരിക്കാം നിങ്ങളുടെ സിറ്റുവേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം നമുക്ക് ഇത്തരം ഒരു ഗൈഡൻസ് മെസ്സേജ് ഇവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കും. വീണ്ടും നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു കാർഡ് 10 ഓഫ് സോഡ്സ് ആണ്. 10 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന്, അത് നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കാം. കാരണം അവരുടെ ക്യാരക്ടർ നിങ്ങൾ പരിചയപ്പെട്ട മുതൽ വളരെ ഒരു നൈസായിട്ടുള്ള കെയറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്നേഹം നൽകുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. ഇവരിങ്ങനെ ചേഞ്ച് ആകുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ആളുകളുടെ ഭാഗത്ത് നിന്ന് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പെരുമാറ്റവും മോശമായ രീതിയിലുള്ള ഒരു ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്താണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അതായത് നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യാനും അവരുടെ ഒരു സപ്പോർട്ട് എടുക്കാനും ശ്രമിച്ചപ്പോൾ അവരും നിങ്ങളെ ഉപേക്ഷിച്ച അവഗണിച്ചു പോയൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഷോക്കിംഗ് ലോസ് ആയിപ്പോയി. നിങ്ങൾ ശരിക്കും വണ്ടടിച്ച് നിന്ന് പോകുന്ന ഒരവസ്ഥ, ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. അതൊക്കെ യൂണിവേഴ്സ് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോട് വീണ്ടും യൂണിവേഴ്സ് പറയുകയാണ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആ ഒരു ലവ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, അത് തിരിച്ചു വരും. പക്ഷെ ഒന്നും കൂടി എന്നെ ഒന്ന് ട്രസ്റ്റ് ചെയ്യൂ എന്ന് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. ഇതിൽ നിന്ന് നിങ്ങൾ റിക്കവറി ആകും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. ഒരു റീജനറേഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ്സ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിന് വന്നിട്ടുള്ളത്. ഒത്തിരി ഡീപ്പായിട്ടുള്ള വൂൺസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ കീറി മുറിച്ചതുപോലെയുള്ള വിഷമങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ യൂണിവേഴ്സ് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നമുക്ക്. പക്ഷെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ട്രസ്റ്റ് ചെയ്യുക, ഇതെല്ലാം ശരിയായി ഓക്കെ ആയി വരും എന്ന് തന്നെയാണ് വീണ്ടും നമുക്ക് കിട്ടുന്ന ഒരു കാർഡുകളിലൂടെ അറിയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് ഈ കിട്ടുന്ന ഒരു കാർഡ് 6 ഓഫ് കപ്സ്. 6 ഓഫ് കപ്സിൽ പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേജ് വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിക്കവർ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സെൽഫ് ലവ് ചെയ്യണം, സെൽഫ് കെയർ. നിങ്ങളുടെ പേഴ്സണിന്റെ ഒരു ക്യാരക്ടർ ഓക്കെ ആകുമോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു നല്ല രീതിയിൽ പോകുമോ എന്നുള്ള ഒരു ഇതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ വീണ്ടെടുക്കുക. നിങ്ങൾ വളരെ മോശം ഒരു സിറ്റുവേഷനിലാണുള്ളത്. നിങ്ങളെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങളൊന്ന് റിക്കവർ ആകുക എന്നുള്ളതാണ് യൂണിവേഴ്സിന് അത് മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇവിടെ ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോടൊരു അകൽച്ച കാണിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നിങ്ങൾ മറ്റുള്ള ആളുകളുമായിട്ട് സ്നേഹത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഫ്രീഡം എടുത്ത് പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സെൽഫിഷാണ് നിങ്ങളുടെ പേഴ്സൺ. അവർക്ക് കിട്ടേണ്ടുന്ന സ്നേഹം പുറത്തു പോകരുത്. പക്ഷെ ഒരു മനുഷ്യനാകുമ്പോൾ നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ കൊടുക്കുന്ന ഒരു സ്നേഹവും അല്ലാതെ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് വേണം. ഈ ഒരു കാര്യം മാത്രം പോരാ. അപ്പൊ അതൊന്നും മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സണ് കഴിയുന്നില്ല. അതിൽ നിങ്ങളോട് കാണിക്കുന്ന ഒരു സ്നേഹക്കുറവല്ലാതെ അവർ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ അവഗണിച്ച് ഒരു അകൽച്ച പാലിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നമുക്ക് ഈ ഒരു കാർഡിൽ സെൽഫ് കെയർ ചെയ്യാനും സെൽഫ് ലവ് ചെയ്യാനും ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം പോലും ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ട്രാവൽ ചെയ്യുക. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, നിങ്ങൾ പഴയ കാലത്ത് ചെറുപ്പത്തിലുണ്ടായിരുന്ന നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെയൊക്കെ തപ്പിപ്പിടിച്ച് അവരുടെ വീടുകളിലേക്കൊക്കെ പോവുക. അപ്പൊ നിങ്ങൾക്ക് ഒരു റീഫ്രഷ് വരും, നിങ്ങളുടെ ലൈഫിന് ഒരു റീകണക്ട് വരും. അപ്പം അതുവഴി നിങ്ങൾക്ക് ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവരുമായിട്ട് ഹാർമണി സെലിബ്രേഷൻസ് ഒക്കെ നടത്തുക, കോപ്പറേഷൻ നടത്തുക, അവരുമായിട്ടൊക്കെ ഒന്ന് മിങ്കിളാകാനായിട്ട് ശ്രമിക്കുക. അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ റിസീവ് ചെയ്യുക.
അതായത് ഒരു സ്നേഹ കൈമാറ്റങ്ങളൊക്കെ നടത്തുക. ഒരു എക്സ്പെക്ടേഷനും വേണ്ട നിങ്ങൾക്ക് ഇനി ലൈഫിനെ കുറിച്ച്. ആ ഒരു രീതിയിൽ മുന്നോട്ട് ഫ്ലോ ചെയ്ത് പോകാനാണ് യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ്. നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരുന്ന സമയങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, അത് തന്നെയാണ് നിങ്ങളെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. അല്ലാതെ ഈ ഒരു പ്രശ്നം വന്നു എഴുതി എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലേക്ക് പോകരുത്. പിന്നെ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാനുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ക്ഷമിച്ചു കൊടുക്കുക. വളരെ മോശമായ രീതിയിൽ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാകുക ഈ ഒരു പേഴ്സൺ, അല്ലെ പറഞ്ഞിട്ടുണ്ടാകുക, ആ ഒരു കാര്യങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിലേക്ക്, നെഗറ്റീവായ രീതിയിലേക്ക് നിങ്ങളെ മനസ്സിനെ കൊണ്ടുപോകാതിരിക്കുക. അതൊക്കെ ഉപേക്ഷിച്ച് കളയുക, ഫോർഗീവ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ഉയർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ ലാസ്റ്റ് ഒരു മാസ്റ്റർ കാർഡ് നമുക്കത് തന്നെയാണ്. സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ട് പേഴ്സൺ ആണെന്ന് വിചാരിക്കുന്നു. കുറച്ചൊന്ന് ബോൾഡ് ആകാനായിട്ടും ഒരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് കോൺഫിഡൻസും ഒക്കെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിങ്ങൾ അതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ്. നിങ്ങളത് വീണ്ടെടുക്കുക. നിങ്ങൾ കറേജ് ഉള്ള വ്യക്തികളായിട്ട് മാറുക. നിങ്ങൾക്കൊരു കറക്റ്റായിട്ട് ആക്ഷനും വിഷനും ക്രിയേറ്റീവ് വിഷനും ലൈഫ് പർപ്പസും എല്ലാം ഉണ്ടായിരിക്കണം. ഒരു ഫോക്കസ് ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് ഉള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വരുന്ന ഒരു അഡ്വൈസ് ആയിട്ട് വരുന്നത്. അതുപോലെ ചാലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കാനും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കരഞ്ഞ് തളരാതെ മുന്നോട്ട് കിടന്നു വരാനായിട്ടുള്ള ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഫുള്ള് കാർഡുകളിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതാണ്. പിന്നെ നമ്മളിവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ അകൽച്ചയെന്ന് ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. അകൽച്ച കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ചിലപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നവരുണ്ടാകാം. ചിലവര് ഈ ഒരു സിറ്റുവേഷനിൽ വന്നതിന് ശേഷം തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു കോൺഫ്ലിക്റ്റിലായിട്ടുള്ളവരുണ്ടാകും. ചിലവർ ഇത് മൂടി വെച്ചിട്ട് മനസ്സിൽ വെച്ചിട്ട് പ്രവർത്തിക്കുന്നവരുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് എന്തുകൊണ്ടാണ് എന്നോട് ഈ ഒരു അകൽച്ച കാണിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെയധികം റെസിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഇന്നത്തെ കിട്ടിയിരിക്കുന്ന ഒരു റീഡിങ്. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് വീണ്ടും വീണ്ടും എടുത്തു പറയാനുള്ളത്, നിങ്ങളൊരു സെൽഫ് കെയർ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്ട് ഉണ്ടാകണം, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകണം. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സണോ ആരുമായിക്കോട്ടെ നിങ്ങൾക്കൊരു മതിപ്പ് തരും. നമുക്കൊരു വിലയുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് നമ്മൾ തന്നെ നമുക്ക് ആദ്യം ഒരു വില കൊടുക്കണം, എങ്കിലേ മറ്റുള്ളവർ ഒരു വില തരികയുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര ഗൈഡൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതാണിപ്പോ ഇന്നത്തെ ഒരു റീഡിങ്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തു നോക്കാം. Clues related to this reading. Okay, clues related to this reading. Okay, self-employed. Okay, 777. Physical fitness. Letter M. Letter 10. Number 10. 1986. സെക്കൻഡ് സ്റ്റഡ് കുത്തിയിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. നെയിൽ പോളിഷ്. നമ്പർ 4. ലോങ് ഡിസ്റ്റൻസിലുള്ള ആളുകളായിരിക്കാം ഇപ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. 46. ഹെൽത്ത് ഇഷ്യൂസ്. ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. Letter I. Photography. Number 33. ലവബിൾ. നിങ്ങളുടെ പേഴ്സൺ വളരെ ലവബിൾ ആയിരിക്കാം. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ലവബിൾ ആണ്. നിങ്ങൾക്കും അവരെ ഇഷ്ടമാണ്. ആ ഒരു സ്നേഹം കൂടിപ്പോയതാണ് ഇവിടുത്തെ ഏറ്റവും പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. 2000 എന്ന് പറയുന്ന ഒരു വർഷം. 1978. യെല്ലോ കളർ. Next month. 1996. 1997. Rose color. Driver. January month. Number 25. ലൈഫ് ചേഞ്ച്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. ലൈഫ് ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു ക്ലൂ. അപ്പൊ നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ. നിങ്ങൾ ആദ്യം നിങ്ങളെ വീണ്ടെടുക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടേക്കുക. ഫസ്റ്റ് തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വീണ്ടെടുക്കാനും നിങ്ങളൊരു നല്ല വ്യക്തിയായിട്ടിരിക്കാനും നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യപരമായ മനസ്സിന്റെ ഉടമയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.
റീഡിങ് ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസിനേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.